SSC, ബാങ്ക്, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഇതിനു വേണ്ടിയുള്ള ശരിയായ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾക്കറിയാമോ? ഹായ്, ഞാൻ കിരൺ രവി, ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. SSC, ബാങ്ക്, RRB എക്സാംസിന് എല്ലാ വർഷവും നൂറുകണക്കിന് കുട്ടികളെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് എക്സാംസിന് ഹൈ സ്കോറും റാങ്കും നേടാനുള്ള 3 സീക്രട്ട് ടിപ്പുകളാണ്. റെഗുലർ ആയിട്ടുള്ള അസസ്മെൻറ്റുകളുടെയും ഫീഡ്ബാക്കുകളുടെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇന്ന് നമ്മൾ നോക്കും. കൃത്യമായ പ്രോഗ്രസ് ട്രാക്കിംഗ് ഇല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള 4 പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ഒപ്പം തന്നെ ഫിയർ ഓഫ് ഫെയിലുവർ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള മെത്തേഡുകളും മൈൻഡ് സെറ്റുകളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. SSC, ബാങ്ക്, RRB എക്സാംസിൽ ഹൈ സ്കോറും റാങ്കും നേടാനുള്ള സീക്രട്ട് ടിപ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് നൂറുകണക്കിന് കുട്ടികളെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യിപ്പിക്കാനുള്ള ഞങ്ങളുടെ സീക്രട്ട് റെസിപ്പി ഫോർ സക്സസ് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ നോളജ് ആൻഡ് സ്ട്രാറ്റജി. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഹൈ സ്കോറും റാങ്കും നേടാനുള്ള 3 സീക്രട്ട് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ. എക്സാമിൻ്റെ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കുന്നത് വഴി എക്സാമിൻ്റെ സ്ട്രക്ചറും എക്സാമിൽ ചോദിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും മാർക്കിംഗ് സ്കീമും കൃത്യമായി മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡിനെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 2, പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എത്രയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും അധികം ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, എക്സാമിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൃത്യമായി മനസ്സിലാകും, ഒപ്പം കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻസും അവ വരുന്ന ചാപ്റ്റേഴ്സും കൃത്യമായി മനസ്സിലാകുന്നുണ്ടാകും. ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3, ഫോക്കസ് ഓൺ ആക്യുറസി ഓവർ സ്പീഡ്. സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പ്രൈമറി ഫോക്കസ് ഉണ്ടാവേണ്ടത് ആക്യുറസിയിലായിരിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ഇൻറ്റൻഷൻ, റാദർ ദാൻ എല്ലാ ക്വസ്റ്റ്യനും ആക്യുറസി ലെവൽ കുറഞ്ഞ് ആൻസർ ചെയ്യുന്നതിലും ബെറ്റർ എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ആയിരിക്കണം. കർമ്മ അക്കാഡമിയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് 80% അറൗണ്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സ്ട്രാറ്റജീസ് അവർക്ക് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. എക്സാംസിൽ അസസ്മെൻറ്റ് ടെസ്റ്റുകളുടെയും ശരിയായ ഫീഡ്ബാക്കിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാമോ? എല്ലാ വർഷവും കുട്ടികളെ SSC, റെയിൽവേ, ബാങ്ക് എക്സാംസ് എഴുതാനുള്ള ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടൂൾസാണ് അസസ്മെൻറ്റ് ടെസ്റ്റുകളും അതിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്ന പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്കുകളും. അപ്പോൾ ഇവ എങ്ങനെയാണ് ഒരു കുട്ടിയെ അവരുടെ എക്സാം പ്രിപ്പറേഷനിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 1, ഐഡൻറ്റിഫൈ വീക്ക് ഏരിയാസ്. റെഗുലറായ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മളെ നമ്മുടെ വീക്ക് ഏരിയാസ് പിൻ പോയിൻ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ഈ ഏരിയാസ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇംപ്രൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. 2, ട്രാക്ക് പ്രോഗ്രസ്. ഈ അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഫീഡ്ബാക്കും നിങ്ങളെ കൃത്യമായി ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും അത് കൂടുതൽ ബെറ്റർ ആക്കാനും സഹായിക്കും. 3, കോൺഫിഡൻസ് ബൂസ്റ്റിംഗ്. കൺസിസ്റ്റൻ്റ് ആയ ഫീഡ്ബാക്ക് നമ്മളിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയും അതുവഴി നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. 4, റിയൽ എക്സാം സിമുലേഷൻ. റെഗുലറായ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നിങ്ങളെ റിയൽ എക്സാം എൻവയോൺമെൻറ്റുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുകയും അതിലുള്ള ടൈമിൻ്റെ പ്രഷറും ടൈം കൺസ്ട്രെയിൻസും ഗെറ്റ് യൂസ്ഡ് ആയി അത് ഓവർകം ചെയ്യാനും നിങ്ങൾ പഠിക്കും. കർമ്മ അക്കാഡമിയിൽ സ്റ്റുഡൻസിന് ലഭിക്കുന്ന 1-on-1 പേഴ്സണലൈസ്ഡ് സപ്പോർട്ടിൻ്റെ മെയിൻ ഫൗണ്ടേഷനാണ് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ. ഇതുവഴി കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് എത്രയും വേഗത്തിൽ ട്രാക്ക് ചെയ്യാനും റൈറ്റ് ട്രാക്കിലാക്കാനും അതുവഴി ബൂസ്റ്റ് ചെയ്ത് വേഗത്തിൽ റിസൾട്ട് ആക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിലെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ സ്വന്തം പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാത്തവരാണോ നിങ്ങൾ? ആയിരക്കണക്കിന് കുട്ടികളിൽ SSC, ബാങ്ക്, RRB എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു കോമൺ പ്രോബ്ലമാണ് സെൽഫ് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാതിരിക്കുക. സ്വന്തം പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാതിരിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന 4 ഇഷ്യൂസ് അഥവാ ഫാക്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാക്ട് നമ്പർ 1, സ്റ്റാഗ്നേഷൻ. കൃത്യമായ മോണിറ്ററിംഗ് ഇല്ലാതെ ഏത് ലെവലിലാണോ പ്രിപ്പറേഷൻ നിൽക്കുന്നത് അതേ ലെവലിൽ തന്നെ സ്റ്റാഗ്നേറ്റഡ് ആയി ഇംപ്രൂവ്മെൻ്റ് ഇല്ലാതെ കുട്ടികൾ നിൽക്കാറുണ്ട്. ഫാക്ട് നമ്പർ 2, മിസ്ഗൈഡഡ് എഫേർട്സ്. സ്ട്രോങ്ങർ ഏരിയാസിൽ തന്നെ കൂടുതൽ ടൈം ഫോക്കസ് ചെയ്തുകൊണ്ട് വീക്കർ ഏരിയാസ് ശ്രദ്ധിക്കാതെ വിട്ടു കളയുന്ന ഒരു പ്രവണത പ്രിപ്പയർ ചെയ്യുന്ന കാലയളവിൽ എല്ലാവരിലും വന്നു ചേരുന്നതാണ്. ഫാക്ട് നമ്പർ 3, ലോ മോട്ടിവേഷൻ. കൃത്യമായ പ്രോഗ്രസ് ഇല്ല എന്ന് കാണുമ്പോൾ കുട്ടികൾ ഡീമോട്ടിവേറ്റഡ് ആകുകയും അത് അവരുടെ പ്രിപ്പറേഷനെ സാരമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഫാക്ട് നമ്പർ 4, ഇൻഎഫിഷ്യൻസി. കൃത്യമായ മോണിറ്ററിംഗ് ഇല്ലാതെ എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റഡി ടൈം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും അതുവഴി കുട്ടികളുടെ ഹാർഡ് വർക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും.
കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൽ തോറ്റുപോകുമോ എന്നുള്ള ഭീതിയുള്ളവരാണോ നിങ്ങൾ? SSC, ബാങ്ക്, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനായി തയ്യാറെടുക്കുന്ന കുട്ടികളിൽ കോമൺ ആയി കണ്ടിട്ടുള്ള ഒരു പേടിയാണ് ഞാൻ ഈ എക്സാമിന് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത്, അഥവാ ഫിയർ ഓഫ് ഫെയിലുവർ. ഈ ഫിയർ ഓഫ് ഫെയിലുവറായി എക്സാമിനെ സമീപിച്ചാൽ നിങ്ങളുടെ എക്സാമിലെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഓവർകം ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളും മൈൻഡ് സെറ്റുകളും ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം. 1. സ്റ്റേ പോസിറ്റീവ്. പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നിങ്ങളുടെ എബിലിറ്റീസിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് മറക്കാതിരിക്കുക. 2. പ്രിപ്പറേഷൻ. ശരിയായ പ്രിപ്പറേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകും എക്സാമിനെ സമീപിക്കാൻ. 3. സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. എക്സാം പ്രിപ്പറേഷൻ ഒരു ബാലികറ മലയായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റയർ പ്രിപ്പറേഷൻ ജേണിയെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോളുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ഓരോ ഗോൾ അച്ചീവ് ചെയ്ത് അടുത്തതിലേക്ക് മുന്നേറുകയും ചെയ്യുക. 4. പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഫിസിക്കൽ എക്സസൈസ് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. 5. സീക്ക് സപ്പോർട്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തോ സംസാരിച്ച് അവരുടെ സപ്പോർട്ട് സ്വീകരിച്ച് മുന്നേറുക. കർമ്മ അക്കാഡമിയിൽ ഞങ്ങൾ കുട്ടികളെ അക്കാഡമിക്കലി മാത്രമല്ല മെൻ്റലിയും സപ്പോർട്ട് ചെയ്ത് ഫിയർ ഓഫ് ഫെയിലിയർ പോലെയുള്ള സിറ്റുവേഷൻസും ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു. റൈറ്റ് സ്ട്രാറ്റജീസും കൃത്യമായ എഫേർട്ടോടും കൂടി കുറഞ്ഞ ടൈമിനുള്ളിൽ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം നേടിയെടുക്കാനായി കർമ്മയിലേക്ക് വരൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് കിരൺ സൈനിങ് ഓഫ്. ബൈ.